വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നേരം പോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു മുന്തിരി വൈൻ്റെ വീഡിയോ ആയിട്ടാണ്. ചിലർ മുന്തിരി വൈനൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് 20 ദിവസമൊക്കെ വെക്കേണ്ടി വരും. പക്ഷേ ഞാൻ ഉണ്ടാക്കുന്ന ഈ ഒരു മുന്തിരി വൈനിൽ നിങ്ങൾ 3 ദിവസം മാത്രം വെയിറ്റ് ചെയ്താൽ മതി. ഞാൻ അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. അപ്പം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ എടുക്കുന്നത് 1 കിലോ മുന്തിരിങ്ങയാണ്. അപ്പം ഞാനിവിടെ മുന്തിരിങ്ങ ചെറു ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് കഴുകി വെക്കുകയാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുരുവുള്ള മുന്തിരിങ്ങയാണ്. നിങ്ങൾക്ക് ഏത് മുന്തിരിങ്ങ വേണമെങ്കിലും എടുക്കാം. അപ്പം നമ്മുടെ മുന്തിരിങ്ങ ഉപ്പിട്ട വെള്ളത്തിൽ നല്ലപോലെ വൃത്തിയായിട്ട് കഴുകി ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വെള്ളം തോരാൻ വേണ്ടിയിട്ട് നമുക്കൊരു അരിപ്പയിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ സ്പൈസസാണ് നമുക്ക് ആവശ്യമുള്ളതെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് ആവശ്യമുള്ളത് ഒരു തക്കോലം. ഇനി നമുക്ക് 2 കറുവാപ്പട്ട ആവശ്യമുണ്ട്. ഇനി നമുക്ക് ഒരു 10 ഏലക്ക ആവശ്യമുണ്ട്. ഇനി നമുക്ക് 5 ഗ്രാമ്പൂ ആവശ്യമുണ്ട്. അപ്പം നമ്മുടെ സ്പൈസസ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ആവശ്യമുള്ളത് 800 ഗ്രാം പഞ്ചസാരയാണ്. നമ്മുടെ കഴുകി വൃത്തിയാക്കിയ മുന്തിരിങ്ങയിലേക്ക് 800 ഗ്രാം പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മളിവിടെ റെഡിയാക്കി വെച്ച നമ്മുടെ സ്പൈസസ് ഒക്കെ ഓരോന്നോരോന്നായിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഗ്രാമ്പൂ, തക്കോലം, ഏലക്ക, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും സ്പൈസസ് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് നമ്മുടെ ഇതിലേക്ക്. നമ്മുടെ കറുവാപ്പട്ടയും തക്കോലവും ഒക്കെ വലുതായതുകൊണ്ട് ഞാനിവിടെ ഒടിച്ചൊടിച്ചാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നമ്മുടെ മുന്തിരിങ്ങ എടുക്കുന്ന പാത്രം നല്ല ഫ്രഷ് ആയിരിക്കണം. അതുമല്ല, വെള്ളമില്ലാത്ത പാത്രം വേണം നമ്മൾ എടുക്കാൻ. നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് തിളപ്പിച്ചാറിച്ച വെള്ളമാണ്. അപ്പം ഇത് നമ്മൾ കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക. ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഞാൻ ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പഞ്ചസാരയൊക്കെ പതിയെ അലിഞ്ഞു വരുന്നുണ്ട്. പിന്നെ ഒരു കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം എന്നാന്ന് വെച്ചാൽ തിളപ്പിച്ചാറിയ വെള്ളം വേണം എല്ലാവരും എടുക്കാൻ. പച്ചവെള്ളം ആരും എടുക്കുക. ചേർക്കേണ്ട സാധനങ്ങളെല്ലാം ചേർത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ തവി കൊണ്ടാണ് ഇളക്കുന്നത്. തവിയിൽ ഇത്തിരി പോലും വെള്ളം കാണരുത്. അത് നല്ലപോലെ കഴുകി ഉണക്കിയിട്ട് വേണം നമ്മൾ ഉപയോഗിക്കാൻ. നമ്മൾ മുന്തിരിങ്ങയിൽ ചേർത്ത് വെച്ച സാധനങ്ങൾ ഞാനൊന്ന് തിളപ്പിച്ചെടുക്കാൻ പോവുകയാണ്. ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാനിവിടെ തിളപ്പിച്ചെടുക്കുന്നത്. നമ്മൾ ഹൈ ഫ്ലെയിമിലിവിടെ വെച്ചേക്കാണ്. ഇതൊന്ന് നല്ലപോലെ തിളച്ച് വരണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. മുന്തിരിങ്ങ അതേണ്ട നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ആ റെഡ് കളറിലൊക്കെ വന്നിട്ടുണ്ട്. മുന്തിരിങ്ങ ഓരോന്നോരോന്നായിട്ട് പൊട്ടി ആ ഒരു റെഡ് കളറിൽ നിൽക്കുകയാണ് നമ്മുടെ ഈ ഒരു മുന്തിരിങ്ങ. നല്ല രസമില്ലേ കാണാൻ? അപ്പം നമ്മുടെ മുന്തിരിങ്ങ ഞാൻ ഒന്ന് ഒരടപ്പ് വെച്ച് അടച്ചു വെച്ചിരിക്കുകയാണ്. ഇനി ഞാൻ ഇത് ഒന്നുകൂടെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാൻ പോവുകയാണ്. നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് നമ്മുടെ ഈ ഒരു മുന്തിരിങ്ങ. ഇനി ഞാനിത് നമ്മുടെ തവി കൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഇതിലേക്ക് ആവശ്യമുള്ളത് പുളിപ്പിച്ച ഈസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളത് 3 ടീസ്പൂൺ വെള്ളം, പിന്നെ 3 ടീസ്പൂൺ പഞ്ചസാര, പിന്നെ 1 ടീസ്പൂൺ ഈസ്റ്റ്. എന്നിട്ട് നമുക്കിതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അപ്പോഴത്തേക്ക് നല്ലപോലെ പുളിച്ച് വരും. ഗൈസ്, 10 മിനിറ്റിന് ശേഷം നമ്മൾ നമ്മുടെ ഈസ്റ്റ് ഒന്ന് നോക്കിയപ്പോഴത്തേക്കും നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നമ്മുടെ മുന്തിരിങ്ങയിലേക്ക് ഈ ഒരു ഈസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. മുന്തിരിങ്ങയിലേക്ക് ഞാൻ ഈ ഈസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഇച്ചിരി ഏറെ നേരം നമ്മൾ ഇളക്കി കൊടുക്കണം. മുന്തിരിങ്ങ നല്ലപോലെ ഇളക്കി കൊടുക്കണം. എന്നാലേ നമ്മുടെ ഈ ഒരു ഈസ്റ്റ് അതിലേക്ക് അങ്ങ് പിടിക്കുകയുള്ളൂ. അപ്പം നമ്മുടെ മുന്തിരിങ്ങയിലേക്ക് ഈസ്റ്റൊക്കെ നല്ലപോലെ
കലർന്ന് വന്നിട്ടുണ്ട്. അപ്പം വേണ്ടേ ഒരു ഭരണി കഴുകി വൃത്തിയാക്കി ഉണങ്ങിയെടുക്കുക ഭരണിയിലേക്ക് ഞാൻ നമ്മുടെ മുന്തിരിങ്ങ ഒഴിച്ചു കൊടുക്കുകയാണ്. ഭരണിയിലേക്ക് ഒഴിച്ചതിന് ശേഷം ഇച്ചിരി ഏറെ നേരം ഞാൻ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഞാനിവിടെ ചെയ്യുന്നത് ഒരു വെള്ള തുണി കൊണ്ട് കവർ ചെയ്തിട്ട് ഒരു അടപ്പ് വെച്ച് അടച്ച് നമ്മൾ ഒരു നൂല് കൊണ്ട് കെട്ടി വെക്കുകയാണ്. നല്ല ടൈറ്റാക്കി കെട്ടി വെക്കുകയാണ് ഞാനിവിടെ. അപ്പം പിറ്റേ ദിവസം ആയിട്ടുണ്ട്. ഞാൻ കെട്ടൊക്കെ അയച്ച് ഒന്നുകൂടെ ഒന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കാൻ പോവാണ്. അപ്പം നിങ്ങളെല്ലാവരും ഒരു കാര്യം ശ്രദ്ധിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഇളക്കുന്ന സമയത്ത് തന്നെ വേണം നാളെയും ഇളക്കി കൊടുക്കാൻ. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരേ ഒരു വശത്തേക്ക് തന്നെ വേണം ഇളക്കി കൊടുക്കാൻ. മൂന്നാമത്തെ ദിവസം ഇവിടെ എത്തിയിരിക്കുകയാണ്. അപ്പം ഞാൻ ഇന്നലെ ഇളക്കി കൊടുത്ത സമയത്ത് തന്നെ ഇന്നും ഇളക്കി കൊടുക്കാൻ പോവാണ് നല്ലപോലെ. ഇപ്പം മൂന്നാം ദിവസം ആയതുകൊണ്ട് കുറച്ച് ഏറെ നേരം ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട്. മുന്തിരിങ്ങ വേണ്ട നല്ലപോലെ അലുത്ത് അതിൻ്റെ സത്തൊക്കെ ആ വെള്ളത്തിൽ പിടിച്ചു വന്നിട്ടുണ്ട്. കണ്ടോ? നിങ്ങൾക്ക് ഇപ്പോൾ വീഡിയോയ്ക്കകത്ത് കാണത്തില്ലേ? നമ്മുടെ മുന്തിരി വൈന് ഞാൻ വേണ്ടേ ഒരു പാത്രത്തിനകത്തോട്ട് അരിപ്പ വെച്ച് നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കാൻ പോവാണ് നമ്മുടെ ഈ ഒരു മുന്തിരിങ്ങ വൈന്. ഇത് കണ്ടില്ലേ, നല്ല റെഡ് കളറിൽ ഇവിടെ ഇരിക്കുകയാണ്. കടയിൽ നിന്ന് മേടിക്കുന്ന അതേ കളറിൽ തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം. അതെന്നാന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ അരിക്കാൻ നേരത്ത് ആരും സ്പൂൺ വെച്ച് അമക്കി ആരും ഇതുപോലെ അരിക്കരുത്. കാരണം എന്നാന്ന് വെച്ചാൽ അതിൻ്റെ മട്ട് നമ്മുടെ ഇതിലേക്ക് വീഴും. അപ്പോൾ അത് കാരണം നമ്മൾ പതുക്കെ ഇളക്കി കൊടുത്ത് വേണം ഇതൊന്ന് അരിച്ചെടുക്കാൻ. ഇതേ നമ്മുടെ മുന്തിരി വൈൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല റെഡ് കളറിലായിട്ട് ഇരിപ്പുണ്ട് നമ്മുടെ ഈ ഒരു മുന്തിരി. അപ്പോൾ നമ്മുടെ വൈന് 2 കുപ്പിയിലോട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് കുടിക്കാൻ തോന്നുന്നുണ്ട് അല്ലേ? അപ്പം ഗൈസ്, ഇതാണ് നമ്മുടെ ഈ ഒരു മുന്തിരി വൈൻ. കണ്ടോ, നല്ല റെഡ് കളർ ഇവിടെ ഇരിപ്പുണ്ട്. ഇത് പിന്നെ നമ്മൾ 3 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ ഷൂട്ട് ചെയ്യുന്നത്. അല്ലാതെ നമുക്കിത് റെഡിയായി കിട്ടില്ല. ഞാൻ ഇന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഇതെങ്ങനെ ഉണ്ടെന്ന്. കാണുമ്പോൾ തന്നെ ഒരു റെഡ് കളറിലാണ് ഇരിക്കുന്നത്. ടേസ്റ്റ് ചെയ്തിട്ട് ബാക്കി കാര്യം പറയാം. സൂപ്പർ ടേസ്റ്റ്. നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന മുന്തിരി വൈനില്ലേ, അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ വരുന്നുണ്ട്. സൂപ്പർ ടേസ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മുടെ ഈ ഒരു മുന്തിരി വൈന് ബ്ലഡ് ഉണ്ടാകാൻ നല്ലതാണ്. കുറച്ചെല്ലാവരും കുടിക്കുക, ഒത്തിരി ഒന്നും കുടിക്കരുത്, കുറച്ച് കുടിച്ചാൽ മതി. ബ്ലഡ് ഉണ്ടാകാനും നല്ലതാണ് നമ്മുടെ ഈ ഒരു മുന്തിരി വൈന്. അപ്പം ഇന്നത്തെ എൻ്റെ ഈ ഒരു മുന്തിരി വൈൻ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ടടുത്തുള്ള ബെലൈക്കനും കൂടെ ഒന്ന് ഇടിച്ച് പൊട്ടിച്ചേക്കണം. അടുത്തൊരു പൊളപ്പ് വീഡിയോ ആയിട്ട് നിങ്ങളുടെ സ്വന്തം ദേവ് വരുന്നതായിരിക്കും. ടാറ്റാ.